രാജു അച്ഛന്റെ സംസ്കാര ശുശ്രൂഷയിൽ തോമസ് മാർ കൂറിലോസ് പിതാവ് നടത്തിയ പ്രസംഗം. വൈദിക സഹോദരങ്ങളെ, സ്നേഹധനരായ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട രാജു അച്ഛന്റെ കുടുംബാംഗങ്ങള്, ഈ വാഴാനി ഇടവകയിലെ ഞങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായി നമ്മുടെ സഭയുടെ നാനാഭാഗത്തു നിന്നും കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷ മീഡിയയിലൂടെ കണ്ടുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്നതായ വാത്സല്യമുള്ള എൻ്റെ മക്കളെ, സീരിയയുടെ ഏറ്റവും സ്നേഹിതരായ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ബെനഫാക്ടേഴ്സ് ഓഫ് സീരി, സ്നേഹിതനായ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ പ്രിയം നിറഞ്ഞ പറക്കോട്ട് തോമസ് അച്ഛൻ എന്ന രാജു അച്ഛൻ തൻ്റെ 51ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ച ഈ കാലഘട്ടത്തില് 24 വർഷത്തെ ശുശ്രൂഷയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് വളരെ ഈടുറ്റ ഒരു പാരമ്പര്യം നമ്മുടെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും അവശേഷിപ്പിച്ചതിന് ശേഷം സ്വർഗ സൗഭാഗ്യത്തിലേക്ക് തീഷ്ണമതിയായി പോകുന്നത് നാം കാണുന്നു. അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ വൈദികര് പറഞ്ഞിട്ടുള്ളതായ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വൈദികര് അവരിട്ടിരിക്കുന്ന പേര് മൽഫോനോ താനോനോ ദു മലങ്കര എന്നാണ്. മൽഫോനോ താനോനോ ദു മലങ്കര, അതായത് മലങ്കര സഭയുടെ ഉത്സാഹിയായ തീവ്രതയുള്ള തീഷ്ണവതിയായ മകൻ മൽപ്പാൻ എന്നാണ്. തീർച്ചയായിട്ടും ആ പേര് അതിനെ എല്ലാ പൂർണ്ണതയിലും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട അച്ഛന്റെ ഈ വലിയ ജീവചരിത്രം, അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നമുക്കും ഈ പൊതുസമൂഹത്തിന് നൽകിയതായ സംഭാവനകള് അക്കമിട്ട് പറയുന്നതിന് ഈ സമയമൊന്നും നമുക്ക് മതിയാവില്ല. എന്ന് മാത്രമല്ല, ഇതൊരു സുവിശേഷ സന്ദേശം കൂടിയായതുകൊണ്ട് ആ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യമെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മള് ഈ പ്രിയപ്പെട്ട അച്ഛനെ ആദരിക്കുകയും അച്ഛന്റെ ജീവിതത്തെ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുകയാണ്. സത്യത്തിൽ മരണം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെ അനുഭവം അല്ലെന്നും അത് വലിയൊരു ആഘോഷമാണെന്നും നമ്മൾ ഇന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട അച്ഛൻ, വളരെ പ്രതിഭയായ ഈ വൈദിക സഹോദരൻ, ചെറുപ്പത്തിൽ തന്നെ ഇപ്രകാരമുള്ള ഒരു അനുഗ്രഹീതമായ മേഖലയിലേക്ക് തിരിഞ്ഞ് നമ്മുടെ സഭയ്ക്ക് സമ്പത്ത് നൽകുവാൻ, സമ്പന്നത നൽകുവാൻ, നന്മ നൽകുവാൻ ശ്രദ്ധിച്ചത് നാം എല്ലാവരും വളരെ അനുഭവത്തിലെ ഹൃദയത്തോട് ചേർത്ത് നമ്മളത് സ്വീകരിക്കണം. ഇന്നിവിടെ ഇത്രയും വൈദികർ, ഇവിടെ മാത്രമല്ല, ഈ 2-3-4 ദിവസങ്ങളിലായി അച്ഛന്റെ വേർപാടിന് ശേഷമുള്ള വൈദികരുടെയും മെത്രാച്ചന്മാരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിന്റെയും പ്രവാഹം ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്: ഈ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളുടെ സഭകളുടെ പാരമ്പര്യത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടത് നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എന്നുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തിൽ വളരെയേറെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ തങ്ങൾക്ക് ആവുന്നതായ ഒരു മേഖല എന്നതിനേക്കാൾ ഉപരി അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്: നമ്മുടെ സഭയുടെ പാരമ്പര്യം, അത് ഉൾച്ചേർന്നിരിക്കുന്ന ഈ സുറിയാനി ഭാഷയും അതിന്റെ പൈതൃകവും നഷ്ടപ്പെടാതെ അത് കാത്തു സൂക്ഷിക്കുവാൻ, അത് ഒരു വെളിച്ചമായി, പ്രകാശമായി, നുഹറമായി നമുക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള നമ്മുടെ വൈദിക സഹോദരങ്ങളുടെ വലിയ താല്പര്യമാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ തിരുമേനി അദ്ദേഹം തൻ്റെ ആ സുവിശേഷത്തിലും അതുപോലെ തന്നെ തൻ്റെ മക്കളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. അതിങ്ങനെയാണ്: A faith that does not become culture is a faith that has not been received fully.
It is not lived out fully and it is not fully authentic. അതായത് നമ്മുടെ വിശ്വാസം അതൊരു സംസ്കാരമായിട്ട് രൂപാന്തരപ്പെടേണ്ടത് അതാവശ്യമാണ്. അതല്ലെങ്കിൽ അത് വെറും ഒരു ബൗദ്ധികമായ കാര്യമായി ആശയമായിട്ട് അത് നിലനിൽക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ പറക്കോട്ടച്ഛന്റെ ഏറ്റവും വലിയ സംഭാവന കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുകയും അവിടുന്ന് സംസാരിക്കുകയും ചെയ്ത അറമായ ഭാഷയുടെ പിന്തുടർച്ചയായ ഈ കാലഘട്ടത്തിലെ ഈ സുറിയാനി ഭാഷ അത് വളരെ സന്തോഷത്തോടുകൂടി ഒരു പൈതൃകമാക്കുവാനും അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നമ്മളെ എല്ലാവരെയും ബോധിപ്പിക്കുവാനും പ്രിയപ്പെട്ട അച്ഛനെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. നമുക്ക് പ്രിയപ്പെട്ട അച്ഛന്റെ വലിയ ശുശ്രൂഷയുടെ മഹത്വത്തെ കുറിച്ച് ഇവിടെ സുധിയച്ഛൻ പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചു. കഴിഞ്ഞ ദിവസം സിഡിയിൽ വെച്ച് നടന്ന ആ വലിയ വിടവാങ്ങൽ ശുശ്രൂഷയിലെ നമ്മുടെ അഭിനന്ദ പിതാക്കന്മാര്, പ്രത്യേകിച്ചും അഭിനന്ദനായ പാലാ പിതാവ്, കല്ലറങ്ങാട് പിതാവ് സൂചിപ്പിച്ച ഒരു കാര്യം ഏറെ ശ്രദ്ധേയമാണ്. ഒരു ഭാഷയ്ക്ക് വ്യാകരണം എഴുതുക, ഒരു ഭാഷയ്ക്ക് വ്യാകരണം എഴുതുക എന്ന് പറയുന്നത് അസാമാന്യമായ ഒരു കഴിവിന്റെ ഒരു പ്രതീകമാണ് എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചവരും അദ്ദേഹത്തെ അറിയുന്നവരും എന്നുള്ള തലത്തിൽ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വൈഭവത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ ആ മികവിനെ കുറിച്ചും പ്രാഗൽഭ്യത്തെ കുറിച്ചും നമുക്കറിയാം. പ്രിയപ്പെട്ട അച്ഛൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം വലിയ ഒരു തമാശകാരനായിരുന്നു. അദ്ദേഹവും നമ്മുടെ കോശിയച്ഛന് അവർ രണ്ടുപേരും കൂടെ വേദിയിൽ കയറിയാൽ പിന്നെ ചിരിച്ച് മണ്ണ് കപ്പുക എന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട തോമസ് അച്ഛന്റെ ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇപ്രകാരമുള്ള ഒരു രൂപാന്തരീകരണത്തെ കുറിച്ച് പലർക്കും അത്ഭുതമാണ്. കാരണം അദ്ദേഹം സെമിനാരിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തമാശ അതുപോലെ തന്നെ അങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് തന്റെ പൗരോഹിത്യത്തിന്റെ അഭിഷേകം ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹത്തിന് നൽകപ്പെട്ടതായ ഇടവക ദേവാലയം അത് നമ്മളുടെ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഇടവകയാണ്. ആ ഇടവകയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതായ സാഹചര്യവും അദ്ദേഹത്തിന് ലഭിച്ചതായ തന്റെ ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള സമയവും എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ഇന്ന് മദ്രാസിന്റെ ആദരണീയനായ ഡയറക്ടറായിരിക്കുന്ന കോട്ടയലച്ചന്റെ പ്രത്യേകമായ ശുപാർശയോടും സ്നേഹിതനായ തെക്കേപ്പറമ്പിൽ ജയിക്കബച്ചന്റെ താല്പര്യത്തിന്റെയും പേരിൽ തിമോത്തിയോസ് പിതാവ് പ്രിയപ്പെട്ട അച്ഛനെ ഇപ്രകാരം ഒരു നിയോഗത്തിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അതിൽ ചേർന്ന് നിൽക്കുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചുവെന്ന് ഞാൻ പറയട്ടെ. അങ്ങനെ പ്രിയപ്പെട്ട അച്ഛൻ ആകമാനം മാറിയ ഒരു ഇടമായിരുന്നു സിരി, സെയിന്റ് എഫ്രൈം ഇക്യുമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, നമ്മളുടെ സഭയുടെ ഹൃദയമാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. നമ്മുടെ സഭയുടെ എല്ലാ പാരമ്പര്യങ്ങളും പശ്ചാത്തലങ്ങളും അതിന്റെ ഉറവിടങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ നിധി, ഈ നിക്ഷേപം, അതിന്റെ അടുക്കൽ അച്ഛൻ അവിടെ പ്രത്യേകമായ പ്രാർത്ഥനയോടും അതുപോലെ തന്നെ പ്രാഗൽഭ്യത്തോടും കൂടി അദ്ദേഹം പഠിച്ച് അദ്ദേഹം ഇപ്രകാരമുള്ള ഒരു വലിയ വിശ്വപൗരൻ എന്നുള്ള തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തെ ഓർത്ത് ധാരാളം ആളുകൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല സുറിയാനി ഭാഷയെ സ്നേഹിക്കുന്ന അനേകമായിരങ്ങള് അച്ഛനെ സന്തോഷത്തോടുകൂടി കാണുകയാണ്. അവർക്കെല്ലാവർക്കുമുള്ള ഒരു സങ്കടം ഇതാണ്, പ്രിയപ്പെട്ട അച്ഛന്റെ ആ അസാന്നിധ്യം ആര് നികത്തും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട രാജുവച്ചൻ പകർന്നു തരുന്ന ഒരു ആവശ്യകതയാണ്. നമ്മൾ അച്ഛന്റെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഒരു നല്ല ശുശ്രൂഷയായി അവസാനിപ്പിക്കുന്നത് ഇപ്രകാരം അച്ഛന്റെ
ആ കാൽപ്പാടുകളെ പിന്തുടരുവാനായിട്ടുള്ള ഒരു വലിയ താല്പര്യം. നമുക്കത് സാധിക്കും പ്രിയപ്പെട്ടവരെ, നമുക്കത് സാധിക്കും. അതുകൊണ്ട് ഈ തീഷ്ണത, കർത്താവിനെ വിഴുങ്ങിക്കളഞ്ഞ തീഷ്ണത, ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ ഇപ്രകാരം ദൈവം കൊടുത്ത സമയങ്ങളെ പ്രയോജനപ്പെടുത്തിയ വിശ്വസ്തനും വിവേകിയും വിശ്വസ്തനുമായ പ്രിയപ്പെട്ട രാജു അച്ഛനോട് നമുക്ക് സന്തോഷത്തോടുകൂടി യാത്ര പറയാം. അച്ഛൻ്റെ അവസാന സമയങ്ങളിലെല്ലാം തന്നെ കൂടെ ഇരിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതും വലിയൊരു സന്തോഷമാണ്. അച്ഛനെ കടന്നു പോകുന്നത് അച്ഛൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിടുതൽ തന്നെയാണ്. എന്നാൽ അവശേഷിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സീരി പോലുള്ളതായ ഒരു വലിയ വിശ്വസ്തയായ ഒരമ്മയെന്ന് പറയാൻ കഴിയുന്ന ആ സ്ഥാപനത്തിന്, നമ്മുടെ മലങ്കര സഭയ്ക്ക്, നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭാമക്കൾക്ക് അച്ഛൻ്റെ ഈ യാത്ര ഏറെ സങ്കടം തരുന്ന തന്നെയാണ്. നമുക്കതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ദൈവം തരുന്ന അവസരങ്ങൾ നമുക്ക് ഒട്ടും നഷ്ടപ്പെടുത്താതെ നമുക്കതിനെ പ്രയോജനപ്പെടുത്തണം. അതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹോശേയ പ്രവാചകൻ അദ്ദേഹത്തിന്റെ 4-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു. എന്തെന്നാൽ പുരോഹിത, നീ വിജ്ഞാനം തിരസ്കരിച്ചിരിക്കുന്നു. നീ വിജ്ഞാനം തിരസ്കരിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ ജനം അജ്ഞതയിൽ നശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓർത്ത് അത് പറയാൻ പാടില്ല. സുറിയാനി പാരമ്പര്യത്തിലുള്ള സഭകളെല്ലാം തന്നെ വളരെ പരിമിതമായ പശ്ചാത്തലത്തിലേക്ക് ഒതുങ്ങുന്നതായ സാഹചര്യത്തിൽ പീഡനങ്ങളുടെയും മറ്റു തരത്തിലുള്ള ക്ലേശങ്ങളുടെയും നടുവിൽ ജീവിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അനുകൂലമായ സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി പൊന്നുതമ്പുരാൻ സംസാരിച്ച ഈ ഭാഷയിൽ ഏറ്റവും മികവുള്ളതുമായ ഈ ഭാഷ അതിൽ പ്രാവീണ്യം സമ്പാദിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി പ്രത്യേകം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പ്രിയപ്പെട്ട രാജുവച്ചനെ വളരെയേറെ സ്നേഹിച്ച അച്ഛൻ്റെ ഭാവി, അച്ഛൻ്റെ നന്മ നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമാണെന്നുള്ള തലത്തിൽ കണ്ട നമ്മുടെ പ്രിയങ്കരനായ തെക്കേപ്പറമ്പിൽ ജയിക്ക് വെച്ച് അച്ഛൻ ഇവിടെയുണ്ട് ഇന്ന് നമ്മോട് കൂടി. പ്രിയപ്പെട്ട അച്ഛൻ്റെ സത്യത്തില് ഒരു വലങ്കയാണ് സത്യത്തില് ഇന്ന് ശോഷിച്ചു പോയത്. എന്തെങ്കിലും അത് നികത്തുവാനായിട്ട് നമുക്ക് കൂടത്തിൽ നിൽക്കാൻ സാധിക്കണം. ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ, തന്റെ ജീവിതത്തില് ഞാൻ ജയിക്കപ്പച്ചനെ കുറിച്ചാണ് പറയുന്നത്. ലഭിച്ച സാഹചര്യങ്ങളെല്ലാം അത്തനാസ്യോസ് പിതാവ് പ്രിയപ്പെട്ട അച്ഛനെ ഈ പാരമ്പര്യം പഠിക്കുവാനായി വിട്ടതിന് ശേഷം അതെല്ലാ ഇടങ്ങളിലും കണ്ടെത്തി അതിന്റെ സ്രോതസ്സുകളും മാനുസ്ക്രിപ്റ്റുകളും കയ്യെഴുത്ത് പ്രതികളും അത് സമ്പാദിച്ച് ഒരു വലിയ നിധിയായിട്ട് സീരിയൽ സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജയിക്കപ്പച്ചൻ, അച്ഛന്റെ സങ്കടം തീർച്ചയായിട്ടും വലുതാണ്. നമ്മളെല്ലാവരും പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന് നിന്ന് നമുക്ക് ഈ ശുശ്രൂഷയെ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. I also want to say a big thank you to all our friends and benefactors far and wide in the world, especially in France, in UK, in Oxford, in Germany, and also in America, in Australia also. I want to say a big thank you to all our benefactors. As you have viewed this funeral service of our dear father Raju, I want to say a big thank you for all the support you have been extending to Father Raju. Because of you, with you, we could make Siri prosper and let this Institute for Language, especially
of our Syriac learning go further and further and grow mature and mature. And I say a big thank you to all of you. ഇനി എനിക്ക് പറയാനുള്ളത് രാജുവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. അച്ഛൻ ഈ രോഗം ആണ് എന്നുള്ളത് മനസ്സിലായതിനു ശേഷം അച്ഛൻ്റെ പ്രിയപ്പെട്ട സഹോദരനും പ്രിയപ്പെട്ട സഹോദരിയും എനിക്ക് വയ്യാതിരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ വരാൻ സാധിച്ചില്ലായിരുന്നു. ഇനിയും അവിടെ ആയിരുന്ന് അച്ഛനെ ശുശ്രൂഷിച്ചു. എനിക്ക് വലിയ ഇഷ്ടം തോന്നിയ സമയങ്ങളാണ് അവരുടെ അടുക്കൽ ആയിരിക്കുമ്പോൾ. അച്ഛനെ തന്നെ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അവരുടെ ആ ഒരു ശുശ്രൂഷയ്ക്ക് വിട്ട് അച്ഛൻ അങ്ങനെ സമാശ്വസിച്ചു. ഞാൻ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം നിങ്ങൾ അച്ഛനെ വളരെ ഭംഗിയായിട്ട് വളരെ നന്നായി ശുശ്രൂഷിച്ചു. അതുപോലെ തന്നെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജെൻസി ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ നമ്മുടെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ, അതുപോലെ തന്നെ നമ്മളുടെ പ്രൊവിഡന്റ് ഫണ്ട് വെൽഫെയർ അസോസിയേഷൻ അതിൻ്റെ ഭാഗവാഹികൾ, അത് തിരുവല്ലയിലെ അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലെ ഈ ഭദ്രാസനങ്ങളിലെ പ്രിയപ്പെട്ട വൈദികര് ഈ അച്ഛൻ്റെ കബറടക്ക ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ നിർവഹിക്കപ്പെടുവാൻ അത്യധ്വാനം ചെയ്തു എന്ന് എനിക്കറിയാം. ഞാനതിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇടവകയിലെ ആദരണീയനായ പ്രിയപ്പെട്ട അറക്കൽ വികാരിയച്ഛൻ, അതുപോലെ തന്നെ ഈ ഇടവകയിലെ പ്രിയപ്പെട്ട മക്കള്, ഈ ദൈവാലയം എത്ര മനോഹരമായി ഒരുക്കപ്പെട്ടു. ഇത്രയും സ്ഥലമുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് തോന്നാൻ കഴിയുക എനിക്കറിയില്ല. വളരെ മനോഹരമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഞാൻ പ്രിയപ്പെട്ട പിതാവിനെ എവഡ്യൂഷ്യസ് പിതാവിന് നന്ദി പറയാൻ അവസാനമായി വെച്ചിരിക്കുകയാണ്. കാരണം അഭിനന്ദ പിതാവിൻ്റെ വളരെ സസൂക്ഷ്മമായ ഒരു ശ്രദ്ധ നമ്മളുടെ സഭയുടെ ഒരു പ്രിയപുത്രൻ അഭിനന്ദ പിതാവ് പറഞ്ഞതുപോലെ ഒരു പൊന്മുത്തായിരിക്കുന്നതാണ് ഈ പ്രിയപ്പെട്ട അഭിമാന ഭാജനത്തെ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ കബറടക്ക ശുശ്രൂഷ നടത്തണം എന്നുള്ളത് പ്രിയപ്പെട്ട പിതാവിനോടുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ പക്ഷേ എല്ലാവർക്കും അറിയത്തില്ല, എങ്കിലും അത് അറിയുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട അച്ഛൻ തിരുവല്ല അതിഭദ്രാസനത്തിന്റെ വൈദികനായിട്ട് അഭിഷേകം ചെയ്തു. 2003 മൂവാറ്റുപുഴ ഭദ്രാസനം രൂപീകരിച്ചപ്പോൾ അച്ഛൻ എന്നോടൊപ്പം അനേകം വൈദികരോട് ചേർന്ന് ഈ ഭദ്രാസനത്തിന്റെ അടിസ്ഥാന ശിലയിൽ ഒന്നായി അദ്ദേഹം രൂപാന്തരപ്പെട്ടു. എന്നാൽ പിന്നീട് പ്രിയപ്പെട്ട അച്ഛൻ്റെ ആ പ്രാഗൽഭ്യവും പ്രതിഭയും ഒക്കെ കണ്ട് ജേക്കബ് അച്ഛനും നമ്മുടെ അഭിനയ പിതാക്കന്മാരും ഒക്കെ താല്പര്യപ്പെട്ടതനുസരിച്ച് ഞാൻ നമ്മളുടെ മൂവാറ്റുപുഴയിലെ കുരിയായി അന്ന് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന കുര്യനച്ഛനുണ്ട്, തോമസ് ഞാറക്കാട്ടച്ഛനുണ്ട്, വാലിക്കോടത്തച്ഛനുണ്ട്, നമ്മുടെ മുതലപ്രയച്ഛനുണ്ട്, അവർ നമ്മുടെ ജനറാളച്ഛനായിരുന്ന നമ്മുടെ ഈശ്വരഗുരുനച്ഛനുണ്ട്. ഞാൻ ഈ 5 വൈദികരോടും പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷ സീരിക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. അച്ഛന്മാരെ അന്നേരം പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, പിതാവേ അതിന് യാതൊരു കുഴപ്പമില്ല, നമ്മുടെ സഭയുടേതാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അച്ഛൻ ഈ രൂപതയുടെ ഭാഗമായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ. അങ്ങനെയാണ് പ്രിയപ്പെട്ട അച്ഛനെ 2007 സിരിയിലേക്ക് പോകുന്നതും അവിടെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയും പിന്നീട് രാജുവച്ചൻ്റെ പ്രത്യേകമായ താല്പര്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ വൈദികനായിട്ട് അദ്ദേഹം വീണ്ടും ഇൻകാർഡിനേറ്റ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സത്യത്തിൽ മൂവാറ്റുപുഴ ഭദ്രാസനവും തിരുവല്ല ഭദ്രാസനവും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ പൊതുസമ്പത്തായ നമ്മുടെ സഭയുടെ ഈ അനുഗ്രഹമായ ഈ വൈദിക സഹോദരനെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ നമ്മൾ കബറടക്കി നമ്മുടെ ലോകത്തിന് മാതൃകയാകുകയാണ്, സഭകൾക്ക് മാതൃകയാണ്. എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രിയപ്പെട്ട രാജീവേശിൻ്റെ തീക്ഷ്ണത
നമ്മളെയും വിഴുങ്ങുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ മത്സര മാതാപിതാക്കളെ ഏറെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി അല്പമായോ അധികമായോ ഈ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിച്ച് നമ്മളുടെ ഈ ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ശ്രമിച്ചു. അവരോടെല്ലാവരോടുമുള്ള ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി നമ്മോട് വിട പറയുന്ന പ്രിയപ്പെട്ട രാജീവിന്റെ പേരിൽ സമർപ്പിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.